ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. +1 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ അനിതാബ് എന്ന ലഘുകഥയിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അനിതാബ് ശീർഷക് കി സാർത്ഥകത. അനിതാബ് ശീർഷക് എന്ന് വെച്ചാൽ ടൈറ്റിലിൻ്റെ സാർത്ഥകത അത് വ്യക്തമാക്കാനാണ്. പോയിൻ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നോക്കിയിരിക്കണം. ഒന്നാമത്തെ അനിതാബ് ശീർഷകെ ടീക്ക് തർക് സേ ഉചിത് ഹേ. അനിതാബ് എന്ന ശീർഷക് ടൈറ്റിൽ ടീക്ക് തർക് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉചിതം തന്നെ ആണ്. തരഹ് രീതി ഉചിതമാണ്. രണ്ടാമത്തത് പാടുക കേന്ദ്രം യാത്രിക അനിതാബ് ഹി ഹേ. പാഠത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് വെച്ചാൽ യാത്രികൻ്റെ അനുതാപം മാത്രമാണ്. 3 യാത്രിക പശ്ചാത്താപ് പാഠകോं की സഹാനുഭൂതി ജാഗ്താ ഹേ. യാത്രികൻ്റെ പശ്ചാത്താപം പാഠകർ എന്ന് വെച്ചാൽ വായനക്കാരിൽ സഹാനുഭൂതി ജാഗന ഉണർത്തുകയും ചെയ്തു. അടുത്തത് ബൂരെ കാം കർണേ സേ ദുഃഖേ അവർ പശ്ചാത്താപ് നഹീം ആയ യഹ് സ്വാഭാവിക് ഹേ. അതായത് മോശമായ പ്രവണതകൾ ചെയ്യുന്നതിൽ നിന്ന് ദുഃഖവും പശ്ചാത്താപവും വരില്ല, അത് സ്വാഭാവികം തന്നെ ആണ്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. അടുത്ത നോക്കിയേ, അനിതാബ് ശീർഷകെ സാർത്ഥക് ഏവം മംഗൾ ഹേ. അനിതാബ് എന്ന ടൈറ്റിലെ സാർത്ഥകതയുള്ളതും മംഗളകരവും ആകുന്നു. അടുത്ത പോയിൻ്റ് പാടുക സംക്ഷിപ്ത രൂപേ ഹം ശീർഷക് സേ സമച്ച് സക്തി ഹൈം. പാഠത്തിൻ്റെ സംക്ഷിപ്തമായ രൂപം നമുക്ക് ശീർഷകത്തിൽ നിന്ന് സമച്ച് ശക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് അതിൻ്റെ സാർത്ഥകത വ്യക്തമാക്കിയിട്ടുള്ള പോയിന്റുകൾ വായിച്ച് പഠിച്ച് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം. സൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. പാഠത്തിലെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് 3 നോക്കിയിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന 3 ഏതെങ്കിലും ഒരെണ്ണം കാണും 2 മാർക്കിന്. ഓക്കെ, ഉസേ ഷാക്ക് സാ ലഗാ ക്യോം. അവന് ഷാക്ക് എന്ന് വെച്ചാൽ ഷോക്കേറ്റതുപോലെ തോന്നി. ക്യോം എന്തുകൊണ്ട്, അതായത് യാത്രികനെ, അതാണ് ചോദ്യം. ആൻസർ നോക്കിയേ, രോസെ അസ്ലം ഉസേ യാത്രിക്കോ ദഫ്തർ മേ പഹുഞ്ചായ. രോസ് എന്ന് വെച്ചാൽ ദിവസവും, അസ്ലം എന്ന റിക്ഷോവാലയാണ് യാത്രികനെ ദഫ്തർ എന്ന് വെച്ചാൽ ഓഫീസിലേക്ക് പഹുഞ്ചായ എത്തിക്കുകയും ചെയ്തത്. ലേക്കിൻ എന്നാൽ ആജ് വഹ് ദഫ്തർ ജാനെ കെ ലിയെ സഡക് പർ ആയാ തോ അസ്ലം നഹീം ആയ. എന്നാൽ ആജ് ഇന്ന് വഹ് എന്ന് വെച്ചാൽ യാത്രികൻ, അയാൾ ദഫ്തറിലേക്ക് പോകാൻ വേണ്ടി സഡക് റോഡിൽ ആയാത്തോ വന്നപ്പോൾ അസ്ലം നഹീ ആയ, അസ്ലം വന്നില്ല. അസ്ലമിനെ കാത്താണ് നിന്നത്, അയാൾ വന്നില്ല. ഉസ്കി ജഗഹെ അയാളുടെ സ്ഥലത്തെ, അതായത് അസ്ലമിൻ്റെ സ്ഥലത്തെ, അയാൾ വരേണ്ട ഭാഗത്തെ അല്ല സ്ഥലത്തെ അലഗ് റിക്ഷവാലെ നെ ഉസേ ദഫ്തർ ജാനെ കെ ലിയെ തയ്യാർ ഹോ ഗയ. അലഗ് എന്ന് വെച്ചാൽ മറ്റൊരു റിക്ഷക്കാരനാണ് അയാളെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി വന്നത്. ഉസ്സെ മാലൂം ഹുവാക്കി അയാളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അബ് അസ്ലം നഹീൻ ഥാ, ഇപ്പോൾ അസ്ലം ഇല്ല, അതായത് മരിച്ചുപോയി എന്ന്. അച്ചാനക്ക് പെട്ടെന്ന് അസ്ലം കി മൃത്യു കാ ഖബർ സുൻകരെ ഉസേ ഷാക്ക് സാ ലഗ. പെട്ടെന്ന് അസ്ലമിൻ്റെ മൃത്യു എന്ന് വെച്ചാൽ മരണത്തിൻ്റെ ഖബർ വാർത്ത സുൻകർ കേട്ടപ്പോൾ ആ യാത്രികനെ ഷാക്ക് സാ ലഗ എന്ന് വെച്ചാൽ ഷോക്കേറ്റതുപോലെ തോന്നി. ക്വസ്റ്റ്യന് നോക്കണം കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ, അത് ആൻസേഴ്സ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ഇൻകെ സാത്തെ ഹംദർദി ജദാനാം ബേവക്കൂഫി ഹേ വഹാം യാത്രിക കോൻ സാ മനോഭാവ പ്രകട ഹുവ. ഇൻകെ സാത്ത് ഇവരുടെ കൂടെ ഹംദർദി അനുകമ്പ കാണിക്കുക അല്ലെ കാണിച്ചാൽ അത് ബേവക്കുഫി മടയത്തരം ആയിപ്പോകും എന്ന് യാത്രികൻ ചിന്തിക്കുന്ന ഭാഗം ആ പാഠഭാഗത്തിലുണ്ട്, അത് ഓർക്കുക. വഹാം അവിടെ യാത്രികൻ്റെ എന്ത് മനോഭാവമാണ് പ്രകടമായത്. ആൻസർ നോക്കിയേ, റിക്ഷ ചലത്തെ സമയ അസ്ലം ധീരെ കരാഹ് രഹാദ. റിക്ഷ ഓടിക്കുന്ന സമയത്തെ അസ്ലം ധീരെ എന്ന് വെച്ചാൽ പതിയെ കരാഹ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ബീച്ച് ബീച്ച് മേം ഇടയ്ക്കിടയ്ക്ക് ഏക് ഹാത്ത് പേട് പർ പകട് ലേത്താ ഥാ. ഒരു ഹാത്ത്, ഒരു കൈകൊണ്ട് പേടിൽ വയറിൽ പകടിന പിടിക്കുകയും ചെയ്തിരുന്നു. യാത്രിക്ക് മന്മേ അസ്ലം കെ പ്രതി സഹാനുഭൂതി നഹീം ആയ. എന്നിട്ട് നമ്മുടെ യാത്രികൻ്റെ മനസ്സിൽ അസ്ലമിനോട് യാതൊരു അനുകമ്പയും വന്നില്ല. गरीब श्रम करने वाला के प्रति यात्री के मन में करुणा सहानुभूति और दया आदि मानवीय विचारों का अभाव है. ഗരീബായിട്ടുള്ള ശ്രമിക ലോക, ഗരീബ് എന്ന് വെച്ചാൽ പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് നേർക്ക് യാത്രികൻ്റെ മനസ്സിൽ കരുണയോ സഹാനുഭൂതിയോ അനുകമ്പയോ ദയ മുതലായ മാനവീയ വിചാരങ്ങൾ ത്തിൻ്റെ അഭാവം കോട്ടം തന്നെ ആയിരുന്നു. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ
മനസ്സിലുണ്ടായിരുന്നില്ല. അടുത്ത നോക്കിയേ, ജോ ലക്ഷ്യ പാനെ കെ ലിയെ സഹജീവിയോ കോ ധ്യാൻ നഹി ഹേ. അയാൾ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി സഹജീവികളെ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്, നോക്കിയിരിക്കാം. വഹ് കിസി അപരാധി കി തരകെ സിർ ചുക്കായെ റിക്ഷ കി സാത്ത് ചല ക്യോം. അയാളൊരു അപരാധി തെറ്റുകാരനെ പോലെ സിർ ചുക്കിന തല കുമ്പിട്ടുകൊണ്ട് റിക്ഷയുടെ കൂടെ നടന്നു. ക്യോം എന്തുകൊണ്ട്? അങ്ങനെയായിരുന്നു അവസാന പോർഷൻ, അറിയാമല്ലേ? നോക്കിയാൽ ആൻസർ നോക്കിയാൽ യാത്രീനെ സോച്ചാക്കി, യാത്രികൻ ചിന്തിച്ചു. അസ്ലം കി മൃത്യു കാ കാരൻ വഹ് ഹി ഹേ. അസ്ലമിൻ്റെ മൃത്യു, മരണത്തിൻ്റെ കാരണക്കാരൻ വഹ് ഹി എന്ന് വെച്ചാൽ മാത്രം, അവൻ മാത്രമാണ് എന്ന്. ഉസ്കെ സാത്ത് കുച്ച് കരുണ ദിഖായത്തോ, അയാളോടെ കുറച്ച് കരുണ ദിഖായത്തോ കാണിച്ചിരുന്നു എങ്കിൽ വഹ് ബച്ച് ജാത്താ ഹേ, അയാൾ രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നു. ബച്ചെന്ന് വെച്ചാൽ രക്ഷ. അയാളുടെ കരുണ കാണിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അയാൾ രക്ഷപ്പെട്ടേനെ എന്ന് യാത്രികന് തോന്നി. യാത്രികോ അപ്പനെ പ്രവൃത്തിക്ക് പ്രതി പശ്ചാത്താപ് ഹുവ. യാത്രികനെ അയാൾ ചെയ്ത പ്രവൃത്തിയുടെ നേർക്ക് പശ്ചാത്താപം ഉണ്ടായി. ഇസ്ലിയെ അതുകൊണ്ട് റിക്ഷ കി സാത്ത് അപരാധി കി തരഹെ സിർ ചുക്ക് കർ ചൽ രഹാ ഹേ. അതുകൊണ്ടാണ് റിക്ഷയ്ക്കൊപ്പം അപരാധി തെറ്റുകാരനെ പോലെ തല കുമ്പിട്ടുകൊണ്ട് അയാൾ നടക്കുകയും ചെയ്തേ. റിക്ഷവാലയുടെ കൂടെയായിരുന്നു കേട്ടോ, റിക്ഷയുടെ കൂടെ. ഓക്കെ, ഇത്രയും പഠിച്ചു വയ്ക്കുക. അന്നേരം ഫസ്റ്റ് പാഠമായ അനിതാബ് എന്ന പാഠഭാഗത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നു. അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്ററായ മധുരതു നമുക്ക് നോക്കാം. അതുകൊണ്ട് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയതായി കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം.